സർവകലാശാലകളുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ചു. സർവകലാശാല ഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത്. സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലും നേരത്തെ മന്ത്രിസഭ അംഗീകാരത്തിനായി ഗവർണർക്ക് അയച്ചുകൊടുത്തിരുന്നു. എന്നാൽ ബില്ലുകൾ അംഗീകരിക്കരുതെന്ന നിലപാടാണ് BJP നേതൃത്വം കൈക്കൊണ്ടിരുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർ അയച്ചിരിക്കുന്നത്. ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക എന്നതാണ് ലക്ഷ്യം. അതേസമയം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തിപ്പെടുത്തുന്നതിനിടയിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവ് വിലയിരുത്തുന്ന NIRF റാങ്കിങ്ങിൽ കേരള സർവകലാശാല മികച്ച നേട്ടം കൈവരിച്ചു. റാങ്കിങ്ങിൽ കേരള സർവകലാശാലയ്ക്ക് 5-ാം സ്ഥാനവും കുസാറ്റ് 6-ാം സ്ഥാനവും നേടി. സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും ഗുണനിലവാര പരിശോധന നടത്തുന്ന റാങ്കിംഗ് പട്ടികയാണ് NIRF റാങ്കിംഗ്. കേരളത്തിലെ സർവകലാശാലകൾ മികച്ച പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ വളരെ മികച്ച നിലയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മികച്ച 10 പൊതു സർവകലാശാലകളിൽ 2 എണ്ണം കേരളത്തിലാണ് എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ആദ്യത്തെ 50-ൽ 4 എണ്ണം കേരളത്തിൽ നിന്നാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.